നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ ക്രൈസ്തവ ദേവാലയം പൊളിക്കുന്നതിനെതിരെ ദേശീയപാത ഓഫീസിലേക്ക് വിശ്വാസികളുടെ മാർച്ചും ധർണയും. വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. കയ്പമംഗലത്ത് ജാഗ്രതാ സമിതി വാർഷികവും ബോധവൽക്കരണവും. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. മേത്തല വടശ്ശേരി കോളനിക്ക് സമീപം കാട്ടുകുളത്തിൽ സുധീഷ് എന്ന 18 വയസ്സുകാരനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഞ്ചാവ് ചെടി നട്ടുവളർത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് രാവിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തിയത്. സുധീഷിനെ അറസ്റ്റ് ചെയ്ത എക്സൈസ് അധികൃതർ കഞ്ചാവ് ചെടികൾ കസ്റ്റഡിയിലെടുത്ത് എറണാകുളം റീജിയണൽ കെമിക്കൽ ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി അയച്ചു. ദേശീയപാത വികസനത്തിനായി കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ സെന്റ് തോമസ് ദേവാലയം ഭാഗികമായി പൊളിച്ചു നീക്കുന്നതിനെതിരെ ഇടവക ജാഗ്രതാ സമിതി ദേശീയപാത അതോറിറ്റിയുടെ കൊടുങ്ങല്ലൂർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ദേവാലയ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ രൂപത ജനറൽ സെക്രട്ടറി അലക്സ് താളൂപ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം ഫൊറോന വികാരി ഫാദർ ജോർജ് പാടശ്ശേരി, ഇടവക വികാരി ഫാദർ ആന്റണി ചെട്ടിവേലിക്കകത്ത്, ഗബ്രിയേൽ കമ്മട്ടിക്കൽ, PP സ്റ്റാൻലി, PR ബാബു, റാഫേൽ കുരിശിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. ജനകീയ സമരം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്നവർ തന്നെ അനങ്ങി അതെടുത്ത് ശബ്ദമായി മാറ്റപ്പെട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ചർച്ച ചെയ്യപ്പെടും. ഇവിടെ ആരെയും പ്രകോപിപ്പിക്കാനുള്ള ഒരു സമരമല്ല, ഇവിടെ ആരെയും വേദനിപ്പിക്കാനുള്ള ഒരു സമരമല്ല. ഞങ്ങളുടെ നെഞ്ചിൽ തൊട്ട ഞങ്ങളുടെ വേദനകളുടെ നൊമ്പരങ്ങൾ അധികാരി വർഗത്തിനോട് അവതരിപ്പിക്കുന്ന ഒരു സ്വരമാണ്. ഈ സ്വരം ഒരു മൗനാനുവാദമല്ല, ഈ സ്വരം ഒരു ലളിതമായ ഒരു ശൈലിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിന്റെ തുടക്കം തുടങ്ങി തന്നെ ഇതിന്റെ ജാഥാംഗങ്ങൾ മുദ്രാവാക്യങ്ങളിൽ പറഞ്ഞു വെച്ചു, ഞങ്ങൾ സമാധാനത്തോടെ ജാഥ നടത്തുന്നു. ഈ സമാധാന ജാഥ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സ്വസ്ഥമായി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളുടെ കർമ്മങ്ങൾ നടത്തുവാനുമുള്ള ഞങ്ങളുടെ ആരാധനാലയം, പൂർവിക നിർമ്മിച്ച ആരാധനാലയം ഒരു കാരണവശാലും പൊളിച്ചു മാറ്റരുത്. പ്രതിഷേധ മാർച്ചിന് ശേഷം ജാഗ്രതാ സമിതി നാഷണൽ ഹൈവേ കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് ഭീമ ഹർജിയും നൽകി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ അധ്യയന വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് PTA ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി. അധ്യാപകരായ CN സുരേന്ദ്രൻ, PJ ഗ്രേസ് ഫിലോമിന എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ T സുന്ദരേശൻ മാസ്റ്റർ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PH അബ്ദുൾ റഷീദ് അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക KM ജാസ്മി മുഖ്യപ്രഭാഷണം നടത്തി. ബാബു മാങ്കാട്ടിൽ, KA സാബിറ, P മണി, യൂസഫ് പടിയത്ത്, P ജയശ്രീ, CK ഷാജു, TN ഇബ്രാഹിംകുട്ടി, KS തങ്കം, ആശ ആനന്ദ് എന്നിവരും പ്രസംഗിച്ചു. കോട്ടയത്ത് നിന്ന് ഇവിടെ പറയാണ് കൊടുങ്ങല്ലൂർ വന്നവരാരും തന്നെ കൊടുങ്ങല്ലൂർ വിട്ട് പോയ ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിലെ തിങ്ങി നിറഞ്ഞ ജനം വരാൻ കാരണം വരുന്നവരൊക്കെ ഇവിടെ തന്നെ തിങ്ങണം. കാരണം അതിന്റെ ആ മണ്ണ്, അതിന്റെ സുഗന്ധം അത് വിട്ട് വന്നവർക്ക് പോകാൻ സാധിക്കുന്നില്ല, ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. സുരേന്ദ്ര സാറിനെ കണ്ടാൽ അറിയാം. നമുക്ക് ഇന്ന് ഒരു 2 പേരും ടീച്ചറായാലും ശരി, ഞാൻ ഇന്ന് ഫസ്റ്റ് നമ്മൾ നടന്നു വരുമ്പോൾ പറയും, കാരണം നമ്മുടെ കേരള ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കണ്ടവർ വന്നിട്ട് ഭാഗ്യവാനായ ഭർത്താവ് തന്നെ ഇതൊന്നും പറഞ്ഞു കേട്ടു. രണ്ട് വ്യക്തിത്വങ്ങളും അത് നമ്മുടെ കൊടുങ്ങല്ലൂരിലെ കുട്ടികളുടെ സഹവാസം, ആ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിന്റെ മഹത്വമാണ് കാണിക്കുന്നത്. മറ്റെല്ലാ ടീച്ചർമാരും
ഇവിടെ അടുത്ത് അറിയാൻ പോകുന്ന ടീച്ചർമാരുടെ പേരോട് പറയുണ്ടായി. അവരൊക്കെ തന്നെ വളരെ ചെറുപ്പം. കാരണം മനസ്സ് പ്രായം കൊണ്ടേ തന്നെ മനസ്സ് വളരെ നന്മ നിറഞ്ഞ മനസ്സാണ്. അപ്പൊ മനസ്സിന് അധികം ശക്തമായിട്ടുള്ള വലിപ്പം എന്ന് പറഞ്ഞാൽ മനസ്സ് നല്ല വ്യാപ്തിയുള്ള നന്മയുടെയും സന്തോഷത്തിന്റെയും അകമഴിഞ്ഞ സ്നേഹം പ്രവർത്തിക്കാനുള്ള ഒരു ഉറവിടമായി മാറിയതിന്റെ പേരിലാണ് ഇവർക്കൊക്കെ കാണുമ്പോൾ കാഴ്ചയില് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ട് അധ്യാപകന്മാരും സുരേന്ദ്ര മാഷിനെ എനിക്ക് കൂടുതൽ അറിയുന്നത് ടീച്ചറേക്ക് വലിയ പരിചയത്തിൽ പോരാ. സുരേന്ദ്ര മാഷിയുടെ കാലത്ത് എല്ലാ ദിവസവും കാലത്ത് അമ്പലത്തിൽ തൊഴിലേക്ക് വരാം. അദ്ദേഹം അതിൻ്റെതായ ആ ചൈതന്യത്തോട് വന്ന് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഇത്ര കണ്ട് അധികം കൊല്ലം ഒരേ സ്കൂളിൽ തന്നെ പ്രവർത്തിക്കാനൊരു ഭാഗ്യം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വിവിധ ക്ഷേത്രങ്ങളിലെ ജീവനക്കാരെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും രാഷ്ട്രീയ പ്രേരിതമായും സ്ഥലം മാറ്റുകയും തരം താഴ്ത്തുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 10 തൃശൂരിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ദേവസ്വം ബോർഡിന്റെ സ്ഥലം മാറ്റ ഉത്തരവിനെ തുടർന്ന് ഭക്തപ്രിയം ക്ഷേത്രം മേൽശാന്തി ആത്മഹത്യാ ശ്രമം നടത്തിയതിനെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുന്നതിന് യോഗം തീരുമാനിച്ചു. യോഗത്തിൽ പി രാജ്കുമാർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി കെ പി രഘു റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK ബാലകൃഷ്ണൻ പ്രസംഗിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യാത്രയപ്പ് ചടങ്ങ് ലളിതമാക്കിയ വിദ്യാർത്ഥികൾ ജീവകാരുണ്യ ഫണ്ട് ശേഖരിച്ചത് മാതൃകയായി. സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് തൃശൂർ അത്താണി പോപ്പ് പോൾ മേഴ്സി ഹോമിന്റെ അന്തേവാസികൾക്കായി സാന്ത്വന സഹായം നൽകുന്നത്. 15,000 രൂപയാണ് ആർഭാടങ്ങൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾ സമാഹരിച്ചത്. സ്കൂളിലെ പ്രിൻസിപ്പലും അധ്യാപകരും വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് K അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽമാരായ ഷീജ ആന്റണി, KV ജയരാജ്, റെനി ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.